പുഷ്പ 2 സിനിമ പ്രദർശനത്തിനിടെ തിയേറ്ററിലുണ്ടായ തിക്കിലും തിരക്കിലും രേവതി എന്ന യുവതി മരിച്ച സംഭവത്തിൽ നടൻ അല്ലു അർജുൻ അറസ്റ്റിലായതിനു പിന്നാലെ പ്രതികരിച്ച് യുവതിയുടെ ഭർത്താവ്. ഭാര്യ മരിച്ചത് അല്ലു അർജുന്റെ തെറ്റല്ല എന്നും അറസ്റ്റിനെക്കുറിച്ച് തനിക്ക് യാതൊരു അറിവുമില്ലായിരുന്നു എന്നും രേവതിയുടെ ഭർത്താവ് ഭാസ്കർ പറഞ്ഞു. പരാതി പിൻവലിക്കാൻ ഞാൻ തയ്യാറാണ്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്ന വിവരം പോലീസ് എന്നെ അറിയിച്ചിരുന്നില്ല. എനിക്ക് അതേക്കുറിച്ച് അറിയില്ലായിരുന്നു. സംഭവിച്ചതൊന്നും അല്ലു അർജുന്റെ തെറ്റല്ല, ഭാസ്കർ പറഞ്ഞു. ഡിസംബർ 4-ാം തീയതി പുഷ്പ 2 സിനിമയുടെ പ്രദർശനത്തിനിടെ ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിലുണ്ടായ തിക്കിലും തിരക്കിലുമാണ് രേവതി എന്ന യുവതി മരിച്ചത്. അന്നത്തെ പ്രദർശനത്തിനിടെ അല്ലു അർജുനും തിയേറ്ററിൽ എത്തിയിരുന്നു. ഇതേ തുടർന്നാണ് വലിയ തിക്കും തിരക്കുമുണ്ടായത്. അപകടത്തിൽ രേവതിയുടെ മകന് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇതേ കേസിൽ നേരത്തെ സന്ധ്യ തിയേറ്ററിലെ 2 ജീവനക്കാരെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. സംഭവത്തിൽ യുവതിയുടെ കുടുംബം പരാതി നൽകിയിരുന്നു. ഇതോടെയാണ് അല്ലു അർജുനെതിരെ നടപടിയെടുത്തത്. കേസിൽ കോടതി നടനെ റിമാൻഡ് ചെയ്തു. നമ്പള്ളി കോടതിയാണ് 14 ദിവസത്തേക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തത്. തുടർന്ന് നടന് ജാമ്യം അനുവദിക്കുകയും ചെയ്തു. ഭാരതീയ ന്യായ സംഹിതയിലെ 105, 118 വകുപ്പുകളാണ് ചുമത്തിയത്. 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളായിരുന്നു. ഡിസംബർ 2-ന് തിയേറ്ററിലെത്തുമെന്ന് പോലീസിനെ അറിയിച്ചതായി അല്ലു അർജുന്റെ അഭിഭാഷകൻ വാദിക്കുന്നുണ്ട്. മതിയായ സുരക്ഷ ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പോലീസ് പറയുന്നത് വാസ്തവ വിരുദ്ധമാണെന്നും അഭിഭാഷകർ പറയുന്നു. അറസ്റ്റിന് പിന്നാലെ പോലീസ് സ്റ്റേഷന് ചുറ്റും ആരാധകർ തടിച്ചുകൂടി. നടൻ ചിരഞ്ജീവി അടക്കമുള്ള താരങ്ങൾ ഷൂട്ടിംഗ് നിർത്തിവെച്ച് നടന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തു. സംഭവത്തിൽ യുവതിയുടെ കുടുംബം പരാതി നൽകിയതോടെയാണ് അല്ലു അർജുനെതിരെ നടപടിയെടുത്തത്. പോലീസ് അറസ്റ്റ് ചെയ്ത അല്ലു അർജുനെ 14 ദിവസത്തേക്ക് നമ്പള്ളി കോടതി റിമാൻഡ് ചെയ്തെങ്കിലും ഹൈക്കോടതി 2 ആഴ്ചത്തേക്ക് ഇടക്കാല ജാമ്യം നൽകി. വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് അല്ലു അർജുനെ ജൂബിലി ഹിൽസിലെ വീട്ടിലെത്തി പോലീസ് അറസ്റ്റ് ചെയ്തത്. ശേഷം ചിക്ടപ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. അല്ലു അർജുന്റെ സഹോദരൻ അല്ലു സിരീഷും അച്ഛൻ അല്ലു അരവിന്ദും സ്റ്റേഷനിലെത്തിയിരുന്നു. നിർമ്മാതാവ് ദിൽരാജുവും സ്റ്റേഷനിലെത്തി. പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടന്റെ വിശദമായ മൊഴി രേഖപ്പെടുത്തി. ഇതിനുശേഷം ഗാന്ധി ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കി. തുടർന്നാണ് കോടതിയിൽ ഹാജരാക്കിയത്. തിയേറ്ററിലെ തിക്കിലും തിരക്കിലും യുവതി മരിച്ച സംഭവത്തിൽ പോലീസ് അല്ലു അർജുനെതിരെ ദിവസങ്ങൾക്ക് മുമ്പാണ് കേസെടുത്തത്. സംഭവം നടന്ന സന്ധ്യ തിയേറ്ററിലെ ജീവനക്കാരും കേസിലെ പ്രതികളാണ്. ഇതിൽ 2 ജീവനക്കാരെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തു. ഇതിനു പിന്നാലെയാണ് അല്ലു അർജുനെ വെള്ളിയാഴ്ച ഉച്ചയോടെ അദ്ദേഹത്തിന്റെ വസതിയിലെത്തി തെലങ്കാന പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് നടപടികൾക്കിടെ ഏറെ വൈകാരികമായ രംഗങ്ങളും അരങ്ങേറി. ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്.